വണ്ടി ഞാനൊരു 80% ഹാപ്പിയാണ്. ഞാൻ 20% എന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ബാച്ച് വണ്ടി ആയതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 30-35 ഒക്കെ കിട്ടും. കമ്പനി പറയുന്നതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം അതെനിക്ക് ഈ ലോങ് പോയപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പം ഞാൻ യൂസ്ഡായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഈവൻ 6th ഗിയറാന്ന് പുള്ളി ചെയ്താൽ പോലും വണ്ടി നമുക്കൊരു ഓവർടേക്കിന് അത് മതി. ഞാൻ ഒരിക്കലും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാന്ന് പറയില്ല. പലരും യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അത് നെഗറ്റീവ്സ് കുറച്ച് പറയാനുണ്ട്. കാരണം ടു ബി ഓണസ്റ്റ് അതില്ല. അത് നമുക്ക് ഞാൻ ഈവൻ ഫസ്റ്റ് ഡേ തൊട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ട്രയംഫ് സ്പീഡ് 400 അതാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഈ ഒരു ബൈക്ക്. കാണുമ്പം നമ്മുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്നത് ഉണ്ടെങ്കിലും പക്ഷേ ഇത് ചെറിയൊരു ബൈക്കല്ല. 400cc എൻജിൻ കപ്പാസിറ്റി ഉള്ള ഒരു 40 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ പവർഫുൾ എൻജിനുള്ളൊരു ബൈക്കാണ് നമ്മുടെ ഈ മുന്നിലിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് ട്രയംഫിൻ്റെ ബൈക്കാണ്. അതായത് വേൾഡ്സ് ലീഡിങ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡ്സുകളിൽ ഒന്നായ ട്രയംഫിൻ്റെ മോട്ടോർ സൈക്കിളാണിത്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ആയിരിക്കും ഇതിൻ്റെ ആളുകൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതുപോലെ ഇത് ഒരു 400cc ബൈക്ക് കാറ്റഗറിയുടെ ഒരു കാലമാണ്. എല്ലാ ബ്രാൻഡ്സും അവരുടെ 400cc ബൈക്സ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഹാർലി 440 X440യുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ CB350യുടെ പുതിയ വേരിയൻറ്റ് വന്നു. നമ്മുടെ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് 350 പുതിയത് വന്നു. അതെല്ലാം റിഫൈൻ ചെയ്ത് എൻജിൻ റിഫൈൻമെൻറ്റ് കൂട്ടി അതിൻ്റെ പവറിൻ്റെ കാര്യത്തിലും എല്ലാം ഇമ്പ്രൂവ് ചെയ്താണ് അവർ ഓരോ വാഹനങ്ങളും അപ്ഡേറ്റ് ചെയ്താണ് അവരെ ഓരോ വാഹനങ്ങൾ ഇറക്കുന്നത്. അതുകൂടാതെ പുതിയ ബ്രാൻഡ്സുകൾ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് മാക്സിമം റിഫൈൻമെൻറ്റും അല്ലെങ്കിൽ മാക്സിമം റൈഡ് ഫീലും കിട്ടുന്ന രീതിയിലാണ് അവർ ഓരോ വാഹനങ്ങളും ഓരോരുത്തരും ലോഞ്ച് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ബ്രാൻഡ് കൊളാബറേഷൻസ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ റീസെൻ്റ്ലി ഹീറോ മോട്ടോകോപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവരുടെ X440 ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ട്രയംഫ് 400ഉം നമ്മുടെ ബജാജുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ബൈക്ക് സിംഗിൾ സിലിണ്ടറിൽ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതല്ല, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതും പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ട്രയംഫിൻ്റെ ഒരു ബൈക്ക് ഈ ഒരു പ്രൈസിന് കിട്ടാൻ പോകുന്നത്. ഇത് ട്രയംഫും ബജാജും തമ്മിലുള്ള കൊളാബറേഷനുള്ള ബൈക്ക് ആണെങ്കിലും ഇതൊരു പ്യുവർ ട്രയംഫ് ബൈക്ക് തന്നെയാണ്. ട്രയംഫിൻ്റെ ഒരു കുട്ടി ബൈക്ക് തന്നെ നമുക്ക് പറയാം. ബജാജിൻ്റെ ഡോമിനാർ നിലനിൽക്കെ ആൾക്കാർക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, ഒരു ഡോമിനാറിൻ്റെ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ട്രയംഫിൻ്റെ ബൈക്കല്ലേ എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു ട്രയംഫ് ബൈക്ക് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ ഇത് 3000 കിലോമീറ്റർ കവർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും ആയിട്ടുണ്ട്. കുറേ മോശം എക്സ്പീരിയൻസും കുറേ നല്ല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുള്ള ഒരു പ്യുവർ യൂസർ റിവ്യൂ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ട്രയംഫ് സ്പീഡ് 400ൻ്റെ യൂസർ ഇതാണ്. ഹായ് ബ്രോ. ഹലോ. ബ്രോയുടെ പേര്? അഭിരാം. എന്ത് ചെയ്യുന്നു? ഞാൻ ആമസോണിലാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നു. അപ്പം സ്പീഡ് 400 സ്വന്തമാക്കി. അപ്പം അതിൻ്റെ അത്യാവശ്യം യൂസർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഏകദേശം 3000 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ട്രയംഫ് സ്പീഡ് 400ലോട്ട് വന്നു? ഏതൊക്കെ വണ്ടികൾ നോക്കിയിരുന്ന സമയത്ത്? നേരത്തെ ഏത് വണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? യമഹ FC ആയിരുന്നു. ഓക്കെ. അപ്പം ട്രയംഫിലോട്ട് എത്തുമെന്ന് ഒരിക്കലും ഓർത്തതല്ല. ഞാനൊരു ബൈക്ക് കൺസിഡർ ചെയ്തപ്പോൾ ആദ്യം ഒരു ചെറിയ വണ്ടിയെന്നാണ് ഓർത്തത്. ഒരു 100-350 ആണ് ഞാൻ ആദ്യം ഓർത്തിരുന്നത്. അപ്പം ഞാനതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ സസ്പെൻഷൻ എനിക്ക് ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നി. ഓക്കെ. അപ്പം അത് ഞാൻ ലോങ് ഒക്കെ കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് സ്യൂട്ടബിൾ ആയിട്ട് വണ്ടി നല്ലതാണ്, പക്ഷേ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ്. അപ്പം അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ശരിക്കും ഫാദറാണ് പറഞ്ഞത്, കടയിൽ ഞങ്ങൾക്ക് ഒരു ഷോപ്പുണ്ട്, അവിടെ ഒരു കസ്റ്റമർ ഈ വണ്ടിയായിട്ട് വന്നു, നല്ല വണ്ടിയാണ്, കാണാനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഓർത്തത്, എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കണ്ടായിരുന്നു ലോഞ്ച് ചെയ്ത സമയത്ത്. എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയേക്കാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേക്കാമെന്ന് വെച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. അന്നേരം മനസ്സിലായി ഞാൻ വേറെ ഒന്നുമല്ല നോക്കിയത്, സസ്പെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് ഭയങ്കര സോഫ്റ്റാണ്. ചിലർക്ക് അത് ഇഷ്ടപ്പെടുകയല്ലായിരിക്കും. ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് സോഫ്റ്റ് സസ്പെൻഷൻ എങ്ങനെയാണ്, ചിലർ അത് സോഫ്റ്റ് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എന്നാൽ അത് കൺസിഡർ ചെയ്തേക്കാം എന്ന് വെച്ചു. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത് ശരിക്കും. പിന്നെ അത് എന്നാണെങ്കിലും ഒരു ട്രയംഫാണ്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ഒരു 3 lakh
റേഞ്ചിൽ നമുക്ക് ട്രയംഫ് കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഓക്കെ, അപ്പം 3 lakh റേഞ്ചിൽ കിട്ടുന്ന മറ്റൊരു പ്രീമിയം ബ്രാൻഡിന്റെ ബൈക്കും റീസെന്റ് ലോഞ്ച് ചെയ്തിരുന്നു, ഹാർലി ഡേവിഡ്സൺ X440. അത് ചെയ്തായിരുന്നു. അതിലോട്ടൊക്കെ അത് എനിക്കറിയായിരുന്നു, ഞാൻ അതിന്റെ വീഡിയോസും കണ്ടു, ഞാൻ വണ്ടി ഞാൻ നേരിട്ടും കണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നി എന്നാന്ന് വെച്ചാൽ അത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണ്. അത് മാത്രമല്ല അതിന്റെ ടെക്നോളജിയൊക്കെ ആണെങ്കിലും എല്ലാം ഒരു അത്ര ഒരു മോഡേൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ലിക്വിഡ് കൂൾഡാണ്, അതല്ല. അപ്പം അതിന്റെ പെർഫോമൻസ് ഒക്കെ അതുകൊണ്ട് വണ്ടി നല്ലതാണ്, പക്ഷേ അത് നമുക്ക് ആ പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അതിലോട്ട് പോയി. ഡിസൈൻ വൈസ് ആണെങ്കിലും അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കിലത്തെ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ആ വണ്ടിയായിട്ട് മാച്ച് അല്ലാത്ത രീതിയിലാണെന്ന് തോന്നി. ഓക്കെ, ഇതെല്ലാം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബ്രോയ്ക്ക് എന്ത് ഫീൽ ചെയ്തു അതാണ് നമ്മൾ ചോദിച്ചതും പറഞ്ഞതും. അപ്പോൾ വേറെ ഹോണ്ടയുടെ 350സിലോട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടില്ല? ഇല്ല, ഹോണ്ട നോക്കിയില്ല. എനിക്കറിയായിരുന്നു, ഞാൻ ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവും ചെയ്തിട്ടുണ്ട്. എന്താണോ എനിക്കത് ഭയങ്കര ലൈറ്റ് ഒരു വണ്ടിയായിട്ടാണ് തോന്നി. എനിക്ക് കുറച്ചുകൂടെ ഒരു വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടി, ചിലപ്പോൾ വെയിറ്റ് സെയിം ആണോ എനിക്കറിയാം, പക്ഷേ എനിക്കത് ഓടിച്ചപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ട്രയംഫ് സ്പീഡ് 400 വന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായി? ഇതിന് 3,07,000 ആയത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ബാച്ചിലുള്ള വണ്ടി ആയതുകൊണ്ട് എനിക്കൊരു 10,000 ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം 2,97,000 ഓൺ റോഡ്. 2,97,000 ഓൺ റോഡിന് ഇപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഫസ്റ്റ് 10,000 കസ്റ്റമേഴ്സിനായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, പക്ഷേ എനിക്കത് ഞാൻ അതിനകത്തുള്ളതല്ല, പക്ഷേ ഫസ്റ്റ് ബാച്ച് വണ്ടിയിലുള്ള, അതുകൊണ്ടായിരിക്കും എനിക്കത് കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ. ഓക്കെ, അപ്പം അതിന്റെ ബുക്കിംഗ് പീരീഡ് എത്ര നാളായി എടുത്തു? ബുക്കിംഗ് ഓൺലൈനായിട്ടായിരുന്നു. എറൗണ്ട് എനിക്ക് ഡെലിവറി അവർ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞും ഒരു മാസം എന്താണ് മൊത്തം എടുത്തു. എനിക്കൊരു 2 weeks കൊണ്ട് തരാമെന്ന് അവർ പറഞ്ഞതാണ്, പക്ഷേ ഒരു മാസം കഴിഞ്ഞു വണ്ടി കിട്ടിയപ്പോൾ. ഓക്കെ, അപ്പം എവിടുന്നാണ്? കൊച്ചി ഷോറൂമിൽ നിന്നായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ഷോറൂം ഉണ്ട്, ഞാൻ കോട്ടയത്താണ്. അപ്പം കോട്ടയത്ത് ഷോറൂം ഉണ്ട്, പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് കൊച്ചിയിലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അടുത്തായിട്ട് അതായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വണ്ടിയിലേക്ക് വരാം. എങ്ങനെയുണ്ട് ട്രയംഫ് സ്പീഡ് 400 എന്നുള്ളൊരു ബൈക്ക്? ഇതുകൊണ്ട് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? വണ്ടി ഞാനൊരു 80% ഹാപ്പിയാണ്. പിന്നെ ആ 20% എന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ബാച്ച് വണ്ടി ആയതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഡ്യൂക്ക് 390 ഫസ്റ്റ് ജനറേഷൻ വന്നപ്പോഴും ഡോമിനാർ വന്നപ്പോഴും ഹിമാലയം വന്നപ്പോഴും ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ബാച്ച് പ്രശ്നങ്ങൾ കുറച്ച് അതിപ്പം മിക്ക വാഹനങ്ങൾക്കും ഉള്ളതാണ്. അത് അവർ കമ്പനി നമുക്ക് ഇത് ഡെലിവറി കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അവരത് അതിനെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് എന്താണേലും അത് ഫിക്സ് ചെയ്ത് കിട്ടും. അവര് റിസർച്ച് ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും ഒരു സർവേ ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കുള്ള കംപ്ലയിൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ ഒരു ലോങ് ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്കറിയാം. എൻ്റെ ബ്രോ കഴിഞ്ഞ വീക്കിൽ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലോങ് ഡ്രൈവിൽ എങ്ങനെ ഒരു സീറ്റിംഗ് കംഫർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ അതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് എങ്ങനെ ബിഹേവ് ചെയ്തു? ടോർക്കി വെഹിക്കിളാണ്, ടോർക്ക് ഇതിൻ്റെ എല്ലാവർക്കും നല്ല ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശരിക്കും ഞാൻ കംഫർട്ട് ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതലാണ് ശരിക്കും. ഓക്കെ, അതായത് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് 630 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈവൻ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ഹീറ്റിംഗ് എങ്ങനെയുണ്ട്, ഇത്രയും ദൂരം ഓടിച്ചപ്പോൾ ഹീറ്റ് ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഹീറ്റിംഗ് അങ്ങനെ പ്രശ്നമേ ഇല്ല ഈ വണ്ടിക്ക്. 390 യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഹീറ്റ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പം പിന്നെ സീറ്റിംഗ് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. കുറച്ച് സ്റ്റിഫായിട്ടുള്ള സീറ്റാണ്, പക്ഷെ എന്നാലും അത് കംഫർട്ടാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ സസ്പെൻഷനാണ് എനിക്ക് അതിലും പറയാനുള്ളത്. ഭയങ്കര കംഫർട്ടാണ്. ഈ വഴിയിലുള്ള ചെറിയ ലെസൺസ് ഒക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയുകയേ ഇല്ല. അത് ഈ നല്ല റോഡ് കൂടെ ആണോ അതോ ബാഡ് റോഡ് മോശം വഴിയിലും അവർ നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഇത് ഗ്യാസ് ഫിൽഡ് ഷോക്കാണ്. അപ്പം അതിന്റെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഓക്കെ, 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല, ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് മോണോഷോക്ക് ആണ് വന്നിരിക്കുന്നത്, ഫ്രണ്ട് USD ഫോക്കാണ് വന്നിരിക്കുന്നു. അതും അത്യാവശ്യം വലിയ സ്റ്റിഫ് അല്ലത് അല്ല. ഓക്കെ, പിന്നെ ലോങ് ഡ്രൈവിൽ കിട്ടിയ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഓവർടേക്കിങ്ങിനൊക്കെ ഫീൽ ചെയ്ത കാര്യങ്ങൾ, ബാംഗ്ലൂർ സിറ്റിയിൽ കിട്ടിയ ആ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ലോ ഗിയേഴ്സിലല്ലേ പോകുന്നത്. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് നല്ല, ഇത് റൈഡ് ബൈ വയറാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആകണം നമ്മൾ. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് അതൊന്ന് യൂസ്ഡ് ആകണം. കാര്യം ഇടയ്ക്ക് നമുക്കൊരു റെസ്പോൺസ് ഒരു ഇനീഷ്യൽ RPM-ലൊക്കെ നമുക്കൊരു കുറവ് തോന്നും, പക്ഷേ അത് വണ്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷേ ഹൈ RPM-ലൊക്കെ ഭയങ്കര റെസ്പോൺസീവാണ്. പിന്നെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. 390 പോലെ നമ്മളെ എടുത്ത് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടോർക്കല്ല. പക്ഷേ ആ ഒരു ത്രോട്ട് നമുക്ക് എല്ലാ RPM-ലും കിട്ടുന്നുണ്ട്. ഒരു അറൗണ്ട് ഒരു 3000 തൊട്ട് മുന്നോട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എവിടെ അത് മിസ്സല്ല, നല്ല രീതിയിൽ. ഇപ്പം പഴയ 390 ഒക്കെ എന്ന് വെച്ചാൽ ഒരു RPM എത്തിയാലേ ടോർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി തന്നെ നമുക്ക് ടോർക്ക് ചെയ്ത് ഈവൻ 6th ഗിയറാന്ന് പുള്ളി ചെയ്താൽ പോലും വണ്ടി നമുക്കൊരു ഓവർടേക്കിന് അത് മതി.
ലോയും മിഡ് റേഞ്ചും എല്ലാം എല്ലാം നമുക്ക് ആ ഒരു ടോർക്ക് നമുക്ക് RPM ആദ്യം തന്നെ വെച്ച് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഗിയർ ചേഞ്ച് അത്രയും കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു അത്യാവശ്യം ചെറിയൊരു ഡ്രൈവ് ഒക്കെ റൈഡ് പോകണമെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിലൊക്കെ നമുക്ക് സിറ്റിക്കകത്ത് ശരിക്കും ഒരു 4th-ലും 5th-ലും യൂസ് ചെയ്യാം. 6th ഞാൻ നോക്കിയായിരുന്നു. ഇത് 6th എന്ന് പറഞ്ഞ ഒരു 55 കിലോമീറ്റർ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ 5th-ൽ ഇടാം. ഓക്കെ, നോക്കിംഗ് ഇല്ലാതെ. ഓക്കെ, അത് ഇങ്ങനെ ഒരു സെഗ്മെന്റിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു റെയറാണ്. അങ്ങനെ ഈവൻ ഡോമിനാർ 390 എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. ലോ സ്പീഡിലും 6th-ലും ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഫോർത്ത് ഗിയറിലൊക്കെ ഒരു 20 വരെ എത്തിക്കാൻ പറ്റുമോ? 20 എത്തിക്കാം, പക്ഷേ നോക്കിംഗ് ഉണ്ടോ? ചെറിയ നോക്കിംഗ് ആണ് 4th-ല്. എന്നാലും നമുക്കത് മാനേജബിൾ ആണ്. എങ്കിലും എപ്പോഴും ഗിയർ വേണ്ട, അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. എപ്പോഴും ഗിയർ ചേഞ്ച് വളരെ കുറവായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. പിന്നെ ഓവർടേക്കിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് നല്ല പവർഫുൾ ആണ് ശരിക്കും. അതുമായിട്ട് ഞാൻ ഒരിക്കലും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാന്ന് പറയില്ല. പലരും യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അത് കാര്യം ആ പവർ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇത് ട്രാക്ഷൻ എപ്പോഴും ഓണാണ്. ഓക്കെ, ട്രാക്ഷൻ ഓഫ് ചെയ്ത് ഞാൻ ഒരു തവണ ഓടിച്ചപ്പോൾ പവർ വീല് വരെ ചെയ്തു. ഓ, സിറ്റിക്കകത്ത് ഒന്ന് ഓവർടേക്ക് ചെയ്തതാണ്. ഫ്രണ്ട് കുറച്ച് ലിഫ്റ്റായി കുറച്ച് ദൂരം പോയി. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് അത് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. സെക്കൻഡ് ഗിയറിലോ? സെക്കൻഡ് ഗിയറിൽ വീലി ആയിട്ടുണ്ട്. കുറച്ച് ദൂരം അത് ഫ്രണ്ട് ലിഫ്റ്റായി ഓടിയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ ജസ്റ്റ് ട്രാക്ഷൻ ഓഫ് ചെയ്തൊന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്. പക്ഷേ അതാ പറഞ്ഞത് അതൊരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല ഒരിക്കലും. ഒന്ന് യൂസ്ഡ് ആകാനുണ്ട് ഈ പവറൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ്. അപ്പം അത് പോസിറ്റീവായിട്ട് എടുക്കുക. പവർ അതെ, നല്ല ഇത്രയും 400cc അല്ലേ, പവർ എന്താണെങ്കിലും ആൾക്കാർക്ക് വേണമല്ലോ. ഇപ്പോൾ 400cc ബൈക്ക് കാറ്റഗറി നോക്കിയപ്പോൾ ഡ്യൂക്ക് 390 എന്തുകൊണ്ട് പോയില്ല? പുതിയ ഡ്യൂക്ക് 390 ഒക്കെ വന്നല്ലോ. ഞാനത് ആലോചിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും ചെയ്തായിരുന്നു. ബട്ട് അതിൻ്റെ എനിക്കതിൻ്റെ ഒരു യൂസ് ശരിക്കും ഇല്ല. അത് ഭയങ്കര അഗ്രസീവ് ഒരു വണ്ടിയാണ്. പിന്നെ എനിക്ക് ഷേപ്പ് ആണെങ്കിലും അത് അത്ര നാൾ ഒരു നമുക്കിപ്പോൾ അത് ഇറങ്ങിയതുള്ളതുകൊണ്ട് നമുക്കതൊരു പുതുമയായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഇതായിട്ട് തോന്നുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ 1 lakh ഇതിനേക്കാളും കറക്റ്റ് കൂടുതലുണ്ട്. അതിന് ആ 1 lakh കൂടുതൽ കൊടുക്കാനുള്ള ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വണ്ടി രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്കത് ഇതാണേലും മതി എന്നൊരു കാര്യം. ആ ഒരു യൂസ് എനിക്ക് ആ വണ്ടി ഭയങ്കര അഗ്രസീവ് അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ ഉപയോഗിക്കുക എനിക്കതില്ല. എനിക്ക് കൂടുതൽ റോഡ് യൂസാണ് ഉള്ളത്, ലോങ് ട്രാവൽ. പിന്നെ അതിന് ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു 1 lakh കൂടുതൽ കൊടുക്കാനുള്ള ഒന്നും ടെക്ക് എനിക്ക് തോന്നിയില്ല. അതിന് 4 lakhs rupees ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ രണ്ടും 2 സെഗ്മെന്റ് ഓഫ് ബൈക്സ് ആണ്, വണ്ടിയാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്തതല്ല. എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തില്ല എന്ന് ചോദിച്ചാണ്. അതിന് കുറേ ഓപ്ഷൻസ് ഇപ്പം TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ കുറെ നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് വരുന്നു. ABS ആണെങ്കിൽ സ്വിച്ചബിൾ ആണ്, അതിൽ വരുന്നു. ഇതിനും അത്യാവശ്യം വേണ്ടിയതൊക്കെ ഉണ്ട്. ശരിക്കും ABS സ്വിച്ചബിൾ ഇതിനല്ല, ഇതിന്റെ സ്ക്രാംബ്ലറിനെ ഉള്ളൂ സ്വിച്ചബിൾ ABS വരുന്നത്. ഇത് നമ്മൾ ഓഫ് റോഡ് ഒന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ABS സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാക്ഷൻ ഉണ്ട്, അത് ഡിഫോൾട്ടായിട്ട് ഓൺ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി മൈലേജിലേക്ക് നമുക്ക് കിടക്കാം. ലോങ് റൈഡിൽ എന്തായാലും മൈലേജ് നോക്കി കാണും. 29 കിലോമീറ്റേഴ്സ് ഒക്കെയാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. 30-35 ഒക്കെ കിട്ടും. കമ്പനി പറയുന്നതിലും കൂടുതൽ കിട്ടുന്നുണ്ട് ലോങ്ങിൽ. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എനിക്കൊരു 34 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഓടിച്ചതെന്ന് പറഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം പുഷ് ചെയ്ത് തന്നെയാണ് ഓടിച്ചത്. ഒരു ആവറേജ് സ്പീഡ് ഒരു എന്താണെങ്കിലും ഒരു 100 ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഒരു 32-34 കിട്ടിയിട്ടുണ്ട് സിറ്റിക്കകത്ത്. പക്ഷേ നല്ല സിറ്റി ആണെങ്കിൽ ഒരു 28-27 അങ്ങനെ കുറയും. അതായത് ഫുൾ അതിന്റെ ആവറേജോ? സിറ്റിക്കകത്ത് എന്താണ് എനിക്ക് കിട്ടിയേക്കുന്നതാണ് ഒരു 25-ന് താഴെ എന്നാളും പോകല, ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. അത് ഡീസെന്റ് മൈലേജ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 100 km/h ആ ഒരു കംഫർട്ടാണ് പറഞ്ഞത്. അതിൽ ക്രൂസ് ചെയ്യാൻ ആ ഒരു ക്രൂസിംഗിൽ എങ്ങനെയുണ്ട്? ഒരു 110 ഒരു അറൗണ്ട് ഒരു 50 കിലോമീറ്റേഴ്സോളം കണ്ടിന്യൂസ് ആയിട്ട് ക്രൂസ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ഈ വൈബ്രേഷനെ കുറിച്ച് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ചില RPM-ലെ വൈബ്രേഷൻ കിക്കിങ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കലി വൈബ്രേഷൻ പോകും. ഒരു 110-120 വലിയ വൈബ്രേഷൻ ഇല്ല. അതിൻ്റെ പൊക്കത്തിലോട്ട് വണ്ടി പെട്ടെന്ന് തന്നെ കയറും. ഇതിൻ്റെ ടോപ്പ് സ്പീഡിലോട്ട് പെട്ടെന്ന് തന്നെ എത്തും. 170-165 വരെ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വഴിക്കൽ അത് നമുക്കതൊരു ഓവർ സ്പീഡ് അല്ല. അങ്ങനെയുള്ള സേലം ആ ഹൈവേയിലൊന്നും അതൊരു കൂടുതലല്ല. പക്ഷെ അതിലോട്ട് എത്തുന്നുണ്ട്. അതിൻ്റെ പൊക്കത്തിലോട്ട് പിന്നെ പാടായിരിക്കും. കാര്യം നമ്മുടെ ഹെൽമെറ്റൊക്കെ ആണെങ്കിലും കാറ്റൊക്കെ പിടിച്ചു തുടങ്ങും, നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് സ്പീഡിലോട്ട് ഒരു ഭയങ്കര ഈസായിട്ട് വണ്ടി കയറുന്നുണ്ട്.
ഓക്കെ. അപ്പം അല്ലാതെ ലോയിൽ എത്ര ഒരു 70-80 ക്രൂസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ലോ സ്പീഡിൽ ഭയങ്കര കംഫർട്ട്, അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. ഞാൻ 390 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം നോക്കുന്നത് ലോ സ്പീഡിൽ നമുക്കൊരു നോർമൽ ബൈക്കായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ. അതായത് ഒരു നോക്കിംഗ് ഇല്ല, ഈവൻ 6th ഗിയറിലും ലോ സ്പീഡിൽ ഓടാം. ഞാൻ പറഞ്ഞ പോലെ ഹീറ്റിംഗ് ആണെങ്കിലും സിറ്റിക്കകത്തൊരു അത് റേഡിയേറ്റർ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹീറ്റ് വേണ്ട സമയത്ത് അത് വർക്ക് ചെയ്ത് ഹീറ്റിനെ മാനേജ് ചെയ്യുന്നുണ്ട്. കൂളിംഗ് ആണ്. അതുപോലെ പ്രോപ്പർലി ഉള്ള നോർമലി ഉള്ള വണ്ടികളുടെ ഹീറ്റിംഗ് ഒക്കെ ഉള്ളോ അതോ കുറച്ചുകൂടെ അല്ല, ഒരു 400 cc ആണെന്ന് വെച്ച് നോക്കുമ്പോൾ ഹീറ്റിംഗ് വളരെ നോർമലാണ്. ആൾക്കാർ ഹീറ്റിംഗ് ഭയങ്കര ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ സെഗ്മെന്റിലുള്ള അത്യാവശ്യം വണ്ടികളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. 390 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹീറ്റിംഗ് കുറവാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. വൈബ്രേഷൻ്റെ കാര്യം, വൈബ്രേഷൻ ഈ പറഞ്ഞ പോലെയാണ്, മാനേജബിൾ ആണ്. പിന്നെ ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്, എന്താണെങ്കിലും നമ്മൾ വൈബ്രേഷൻ എക്സ്പെക്ട് ചെയ്യണം. അതെ അതെ അതെ. പിന്നെ ടാങ്ക് സൈസ് 14 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അത്യാവശ്യം 40 ലിറ്റർ ലോങ് പോകുമ്പം അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടികളെല്ലാം അറൗണ്ട് ആ ഒരു റേഞ്ച് ആയിരിക്കും. 30+ മൈലേജ് ഉണ്ടെങ്കിൽ 35. അതെ അതെ, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ? അതെ. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയാണ്. ട്രയംഫ് എന്നൊരു ബൈക്ക് എടുത്തത് എന്തായാലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ട് മയങ്ങിയിട്ടായിരിക്കുമല്ലോ. അപ്പം എങ്ങനെ ഓരോ പാർട്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി, എന്തെങ്കിലും ഭാഗത്ത് ബിൽഡ് ക്വാളിറ്റി പോരായ്മയായിട്ട് ബ്രോയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഒരു 90% ബിൽഡ് ക്വാളിറ്റിയുടെ കേസിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇപ്പം പെയിൻ്റ് ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം ഹാപ്പിയാണ്. ചെറിയ ചില മൈന്യൂട്ട് ആയിട്ടുള്ള 1-2 ഇഷ്യൂസാണ് ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പം ഈ എക്സോസ്റ്റ്, ഈ ബെൻഡ് പൈപ്പ് കളർ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ. അത് വണ്ടി ഓടുന്ന കൂടുതൽ കിലോമീറ്റർ ക്ലോക്ക് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കളർ പോകുന്നുണ്ട്. അത് കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആ പൈപ്പ് ഒരു 3 ലെയർ കോട്ടിങ്ങിലാണ് വരുന്നത്. അതിൻ്റെ ആയിരിക്കാം. നോർമൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം വരുമല്ലായിരിക്കും. ഇതാ ഏറ്റവും പുറത്തുള്ള കോട്ടിങ് ആയിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്ന്. പിന്നെ ഇൻഡിക്കേറ്ററിനകത്ത് ഫോഗ് കയറുന്നുണ്ട്. അതെല്ലാ ബൈക്കിനും അത് അങ്ങനെ തന്നെയാണ്. അത് ഈവൻ മഴയത്തെടുത്തില്ലേ പോലും ഇത് കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയായിരുന്നു. അത് ഇപ്പോഴും അത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. പക്ഷെ അത് ചെയ്താലും ഇങ്ങനെ ഈ ഇൻഡിക്കേറ്റർ തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മിറേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. ബാർ ആൻഡ് മിറർ ആയതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നത് വല്ലതും കാണാവുന്നതാണ്. പക്ഷേ ഇത് നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ മീറ്റർ കൺസോൾ ആണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ആൾക്കാർ പറയുന്ന ഒരു കാര്യം. ഞാനത് വലിയ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഫ്യൂവൽ ഗേജ് ഒക്കെ കാണിക്കുന്നത് ശരിക്കും തെറ്റാണ്. അതായത് റിസർവ് കാണിക്കുന്നതന്നെ ടാങ്കിൽ 4.5 liters ഉള്ളപ്പോൾ തന്നെ വണ്ടി റിസർവ് കാണിക്കും. അപ്പം അതെനിക്ക് ഈ ലോങ് പോയപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പം ഞാൻ യൂസ്ഡായി, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബാക്കി സ്പീഡ് കാണിക്കുന്ന ഏകദേശം കറക്റ്റാണ്. അത് കറക്റ്റല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് ഞാൻ ഫോണുമായിട്ട് സിങ്ക് ചെയ്ത് നോക്കിയപ്പം അത് ക്ലിയറാണ്, അത് കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്യൂവലിലാണ് തെറ്റായിട്ട് കാണിക്കുന്ന ഒരു കാര്യം. ബാക്കി കുഴപ്പമില്ല. അതൊരു അപ്ഡേറ്റ് കൂടെ ശരിയാവുമായിരിക്കാം. പ്രശ്നമില്ല. ബാക്കി ഇതിൽ കാണിക്കുന്ന ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മൈലേജ് അത്ര ക്ലിയർ അല്ലല്ല. അത് ഞാൻ അല്ലാതെ ടാങ്ക് ടു ടാങ്ക് നോക്കിയപ്പോഴാണ് ഈ ക്ലിയർ. ടാങ്ക് ആണ് മുമ്പേ പറഞ്ഞ 34 അല്ലേ? അതെ അതെ. അത് ഡിസ്പ്ലേയിൽ കാണിച്ച മൈലേജ് അല്ല. ഡിസ്പ്ലേ കാണിക്കുന്ന മൈലേജ് കറക്റ്റ് അല്ല. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ അപ്ഡേഷൻസും അതെ അതെ. അത് 1-2 തവണ അപ്ഡേറ്റ് ചെയ്തതാണ്. പക്ഷെ എന്നാലും ആ വിഷയമുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യവും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് വണ്ടിയായിട്ടൊന്ന് യൂസ്ഡ് ആകുമ്പോൾ നമ്മളത് ശരിയായിക്കോളും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ബാധകമാണോ? ഇല്ല, എനിക്കത് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്തേ ഇല്ലായിരുന്നു എടുത്ത സമയത്ത്. ലോങ് പോയിട്ടും അതാണ് കുഴപ്പമില്ല. ഇപ്പം പുതിയ ഹിമാലയന്റെ ഒക്കെ കണ്ടില്ല? അതെ അതെ, കണ്ടായിരുന്നു. ഗൂഗിൾ മാപ്സ് എല്ലാം കണക്റ്റഡാണ്. നല്ലതാണത്. പക്ഷെ ഈ വണ്ടിക്ക് അതില്ല. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ അതൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അതൊക്കെയാണ് ഒരു ക്വാളിറ്റിയുടെ കാര്യം. ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ടയർ സൈസ് റിയറിൽ 150 ആണ് ടയർ സൈസ് വന്നിരിക്കുന്നത്. 17 inch ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ടയേഴ്സിന്റെ എങ്ങനെയുണ്ട്? ടയേഴ്സ് ശരിക്കും ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന MRF ആണ്. 2 ടയേഴ്സാണ് കമ്പനി കൊടുക്കുന്നത്. ഒന്ന് അപ്പോളോയും MRF. പക്ഷേ ഇതിനകത്ത് രണ്ടിലും നല്ലതാണെന്ന് ചോദിച്ചാൽ MRF എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 അപ്പോളോ ഇട്ട വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഗ്രിപ്പ് തോന്നുന്നത് ഇതിനാണ്. ഇത് രണ്ടും W റേറ്റഡ് ടയേഴ്സാണ്. അപ്പം നല്ല ടയറാണ് ശരിക്കും. MRFന്റെ ടയേഴ്സാണ് ശരിക്കും അപ്പോളോയേക്കാളും എക്സ്പെൻസീവ്. അപ്പം ഇതിന്റെ ഒരു കോർണറിങ് ഒരു കോൺഫിഡൻസ് ഒക്കെ ശരിക്കും നല്ല കോർണറിങ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ടയേഴ്സ് ആണെങ്കിലും കുറച്ച് വാമായി കഴിയുമ്പം ഗ്രിപ്പ് കൂടുന്നുണ്ട്. അപ്പം ടയേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഡ്രൈവ് വരുന്നത് റൈറ്റ് സൈഡിലാണ്. അതെ അതെ. നോർമലി വരുന്ന ബൈക്സിന് ലെഫ്റ്റ് സൈഡിലാണ്. ഡോമിനാറുമായിട്ട് ആൾക്കാർ ഡോമിനാറിന്റെ എഞ്ചിൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ കാണിക്കേണ്ട ഈ റൈറ്റ് സൈഡിലുള്ള ഡ്രൈവാണ്. അത്
ഒരു കമ്പനിക്കും അങ്ങനെ ഈസി ആയിട്ട് പൈസയിലൂടെ എത്തിക്കാൻ പറ്റില്ല. അതിന് 4 കൊല്ലത്തെ ആറാൻഡി. ശരിക്കും ട്രയംഫിൻ്റെ എഞ്ചിനീയേഴ്സ് ബജാജിൽ 4 കൊല്ലം വർക്ക് ചെയ്താണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയത്, ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്തത്. പുതിയ എഞ്ചിൻ ഉണ്ടാക്കി. അതെ, ഡോമിനാറുമായിട്ട് ക്യാരക്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ബജാജുമായിട്ട് അവർ ടൈപ്പ് വന്നത് തന്നെ. അതായത് അവരുടെ ഓൾറെഡി ഒരു 400cc എഞ്ചിനുണ്ട്. ട്രയംഫിന് അതിൻ്റെ ഒരു പിന്നെയും കൊല്ലങ്ങളെടുത്ത് ആറാൻഡി നടത്തി പൈസ കളയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അവർ ബജാജുമായിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ഉണ്ട് ഡോമിനാറിൻ്റെ, അത് നമുക്ക് ഓടിക്കുമ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട്, ആ ഒരു ചെറിയ സൗണ്ടിലും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ചിലർ കൊളാബറേഷൻസിൽ ചിലർ പറയുന്നത് കാണാം, ഇപ്പം സുസുക്കിയും ടൊയോട്ടയും തമ്മിലുള്ള, അതായത് പ്രൈസ് അത്രയും കൂടെ കൊടുത്ത് ടൊയോട്ട എടുക്കേണ്ട കാര്യമുണ്ടോ, സെയിം വണ്ടി സുസുക്കിയിൽ കിട്ടുമല്ലോ, അതുപോലെ ഇതിൻ്റെ സെയിം വണ്ടി ബജാജിൻ്റെ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ഇതിനെ ഇത്രയും പൈസ കൊടുത്ത് എക്സ്ട്രാ കൊടുത്ത് ഇതിലോട്ട് പോകേണ്ട ആവശ്യം അങ്ങനെയല്ല. കാരണം ഇത് പൂർണ്ണമായിട്ട് പുതിയൊരു വാഹനമാണ്, പുതിയ എഞ്ചിനാണ്. ഞാൻ ഇതിൻ്റെ ട്രയംഫ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ എഞ്ചിനീയേഴ്സിനെയൊക്കെ ഫാക്ടറിയിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ. പിന്നെ ഞാൻ അറിയുന്ന ഒരാൾ ട്രയംഫ് വർക്ക് ചെയ്യുന്നത്, പുള്ളി നേരത്തെ ബജാജ് വർക്ക് ചെയ്തിട്ടുള്ള പുള്ളി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, പുതിയത് എൻ്റർലി ഡിഫറെൻ്റ് എഞ്ചിനാണ്. പിന്നീട് ഇത് ബജാജിലായിട്ട് വരുമെന്ന് വിചാരിക്കരുത്, കാരണം ഈ ഒരു എഞ്ചിൻ ബജാജിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പാർട്ടും ബജാജിന് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ KTM ഇന്ത്യ വന്നത് ബജാജ് ഒരു ടെക്നോളജി ഷെയറിലാണ് വന്നത്. അതായത് എഞ്ചിന്, പിസ്റ്റൺസ്, എഞ്ചിൻ ഹെഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് പാർട്സ് നോക്കിയാൽ അതെ അങ്ങോട്ടാണ്. പക്ഷേ ട്രയംഫിൻ്റെ കേസിൽ ഇപ്പോൾ വരെ അങ്ങനെ ഒരു ലൈസൻസ് കൊടുത്തിട്ടില്ല. അതായത് ബജാജിൻ്റെ ഫാക്ടറിയിൽ ഇത് ഉണ്ടാക്കുന്നു, വേൾഡ് വൈഡ് ഷിപ്പ് ചെയ്യുന്നു. ഈ വണ്ടി നമുക്ക് ലോകത്തെല്ലായിടത്തും ജനുവരി തൊട്ട്, UK ജനുവരിയിലാണ് കിട്ടാൻ തുടങ്ങുന്നത്. വില ഏകദേശം എബവ് 5 lakh ആണ്. ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ 5 lakhs ആണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് എല്ലായിടത്തും വേൾഡ് വൈഡ് ഈ വണ്ടിയായിരിക്കും. ചെറിയ 1-2 വ്യത്യാസമേ പുറത്ത് വരുന്നുള്ളൂ. ഒന്ന് അലോയ് വീല് വേറെ ആയിരിക്കും, കാണുമ്പോൾ സെയിം ആണെങ്കിലും വെയിറ്റ് കൂടുതലായിരിക്കും. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വീലാണിത്. പിന്നെ സാരി ഗാർഡ് ഒബിയസ്ലി കാണുകയില്ല. പിന്നെ ടെയിൽ സെക്ഷനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ മഡ് ഫ്ലാപ്പൊക്കെ വെച്ചാണ് വരുന്നത്. അങ്ങനെയുള്ള ചെറിയ 1-2 വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഒരു 5 കിലോ കുറയും. ഇതിന് 176 ആണ് വെയിറ്റ് വരുന്നത്. എങ്ങനെയുണ്ട് വെയിറ്റ്? വെയിറ്റ് കുഴപ്പമില്ല, നിർത്തിത്തിരിക്കാൻ കുറച്ച് ചെറിയൊരു ഇത്, അതായത് നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി വണ്ടിക്ക് ഒരു 400cc ഇപ്പം നമ്മൾ ബുള്ളറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി ചെറുതാണ്, വെയിറ്റും കുറവാണ്. ചെറുതാണെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജുമാണ്. അതെ, ചിലർക്ക് അത് ചിലപ്പം അത് സൈസ് അനുസരിച്ചായിരിക്കും. ഇതിപ്പോൾ കുറച്ച് സൈസ് കൂടുതലുള്ളതൊക്കെ എൻ്റെ സ്ക്രാംബ്ലർ ആയിരിക്കും ഒന്നുകൂടെ സ്യൂട്ട് ആകും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനിയും ട്രയംഫ് എടുക്കുന്നതിൽ ആളുകൾക്ക് ചെറിയൊരു പിന്നോട്ട് വലിക്കുന്നതിൻ്റെ സർവീസ് കോസ്റ്റ് ഭാരമായിരിക്കും, കയ്യിൽ താങ്ങില്ല. നോർമൽ ബൈക്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും എന്നാണ്. അതിനെപ്പറ്റി എന്താണ് ബ്രോയുടെ എക്സ്പീരിയൻസ്? ബ്രോ എങ്ങനെ നോക്കി? ഞാനും കൺസേൺഡ് ആയിരുന്നു ശരിക്കും സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞാനിപ്പം അറൗണ്ട് 3000 കിലോമീറ്റേഴ്സ് ഓടി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിലായിരുന്നു. ചെക്കപ്പേ ഉള്ളൂ. എനിക്ക് ഓയിൽ ചേഞ്ച് ഇല്ലായിരിക്കും. ഓയിൽ ചേഞ്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കത് ക്ലിയർ അറിയത്തില്ല. ചെക്കപ്പേ ഉള്ളൂ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും 1000 കിലോമീറ്ററിലാണ് ഒന്നുള്ളത്. ഇനിയുള്ളത് 16,000 കിലോമീറ്റേഴ്സിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് നോർമൽ ബൈക്ക് 2 തവണ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സർവീസേ വരുന്നുള്ളൂ. അപ്പം അറൗണ്ട് ഒരു 5,000-6,000 ഒക്കെ ആയാൽ പോലും നഷ്ടമില്ല. അറൗണ്ട് ഒരു 5,000 ആയിരിക്കും, അതൊക്കെ ഉള്ളൂ. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസേ ഉള്ളൂ. ഇങ്ങനെ ഒരു വണ്ടിക്ക് നമുക്ക് അതൊരു കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാർട്സ് ആണെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യ തന്നെയാണ്. അപ്പം ഞാൻ 1-2 പാർട്സൊക്കെ ചെറുതായിട്ട് മാറിയായിരുന്നു. അപ്പം അതൊന്നും എക്സ്പെൻസീവ് അല്ല, അധികം എക്സ്പെൻസ് അല്ല. പിന്നെ ചെയിനേഴ്സ് പോക്കറ്റ്, അതൊക്കെ നോർമൽ ഈ ഒരു സെഗ്മെന്റ് വരുന്ന വണ്ടിയുടെ ഒരു നോർമൽ റേറ്റേ വരാൻ ചാൻസ് ഉള്ളൂ. സർവീസ് ആൻഡ് പാർട്സ് അവൈലബിലിറ്റി ഓക്കെയാണ്. അവൈലബിലിറ്റി ഉണ്ട്, അത്യാവശ്യം എല്ലാം മെയിൻ ആയിട്ടുള്ള പാർട്സുകളെല്ലാം ഈവൻ കൊച്ചി ഷോറൂമിലൊക്കെ ആണെങ്കിലും ഉണ്ട്. ഇപ്പം കൊച്ചി ഷോറൂമിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബിഗ് ബൈക്സ് ഒരു 10 lakhs എബോവ് ഉള്ള ബൈക്സ് മാത്രം ഉണ്ടാക്കി ഇരുന്ന ട്രയംഫിന് ഇപ്പം ഈ ഒരു കാറ്റഗറി വന്നപ്പം thousands and thousands ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ബൈക്സിനെ മാനേജ് ചെയ്യാനുള്ള സർവീസ് കേപ്പബിലിറ്റി അവർക്കുണ്ടോ? അതോ ടു ബി ഓണസ്റ്റ് അതില്ല. അത് നമുക്ക് ഞാൻ ഈവൻ ഫസ്റ്റ് ഡേ തൊട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അവർക്ക് അത്ര ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഷോറൂമിൽ ചെന്നാൽ മനസ്സിലാവും, ഭയങ്കര ആക്റ്റീവാണ്, ഇഷ്ടംപോലെ ആൾക്കാർ കാണും അവിടെ ടെസ്റ്റ് ഡ്രൈവിനും വണ്ടി കാണാനും ഒക്കെ ആയിട്ട്. അവർക്ക് അങ്ങനെ ഒരു ക്രൗഡിനെ മാനേജ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. ചിലപ്പം ഉടനെ തന്നെ ആവുമായിരിക്കും, അവർക്ക് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സെയിൽസ് ടീം അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് പറ്റുന്നില്ല, അതാണ് കാര്യം. കുറച്ചുകൂടെ ആൾക്കാരെ അവർ ഹയർ ചെയ്യണം ആ ഒരു കാര്യത്തിന്. കാര്യം അത്രയും ആൾക്കാരുണ്ട്, അത്രയും വണ്ടി വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതെ, സർവീസ് സെന്ററിന്റെ എണ്ണം കൂട്ടണം, കപ്പാസിറ്റിയും കൂട്ടണം. കാര്യം അങ്ങനൊരു കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി സർവീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഞാൻ സർവീസ് ചെയ്തത് കൊച്ചിയിലാണ്. അപ്പം കൊച്ചിയിലെ സർവീസ് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഒരു അഡ്വൈസർ ഒരു രാഹുൽ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയുടെ മാനേജ്മെൻറ്റും എല്ലാം നല്ല ഡീലിങ്ങാണ്. അപ്പം ആ കാര്യത്തിലൊക്കെ ഹാപ്പിയാണ് ഞാൻ.
പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ റോഡ് പ്രസൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനും ഒരാളോട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് വണ്ടി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ബ്രോയുടെ അടുത്തും കുറേ പേര് വന്ന് കാണുമല്ലോ എങ്ങനെയുണ്ട് വണ്ടി എന്ന് ചോദിക്കാൻ. ഇതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാര്യം നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ വരും, ഇതേതാണ് വണ്ടി, ട്രയംഫ് എന്ന് അറിയാവുന്നവർ പറഞ്ഞു ഇത് ഭയങ്കര എക്സ്പെൻസീവ് വണ്ടിയല്ലേ. അത് എന്നെ അത്ഭുതപ്പെടുത്തി എന്നാന്ന് ചോദിച്ചാൽ ഏത് ഏജ് ഗ്രൂപ്പുകാരും വന്ന് ചോദിക്കുന്നു. നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സ് അല്ലാത്തവർ പോലും നല്ല പ്രായമുള്ളവർ വന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് എല്ലാ ദിവസവും ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൾക്കാർ വരുന്നു, ചോദിക്കുന്നു. നമ്മൾ വഴി കൂടെ പോകുമ്പോഴും ആൾക്കാർ ഇത് തന്നെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഈ വണ്ടിക്ക് ഇത്രയും പ്രസൻസ് കിട്ടും എന്നുള്ള കാര്യം. ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഭയങ്കര വിലയല്ലേ, ഇത് എങ്ങനെയുണ്ട്, കംഫർട്ട് എങ്ങനെയുണ്ട്, പിന്നെ വണ്ടിയെക്കുറിച്ച് ഇൻഡെപ്ത് അറിയാവുന്നവരാണ് ചോദിക്കുന്നത്. ഒബിയസ്ലി ഹീറ്റിംഗ് ഉണ്ടോ, മൈലേജ് എന്നാ ഉണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പലർക്കും ഇരുന്ന് നോക്കണം, അവർ ഇനി എന്നാളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ തന്നെ എന്നോട് ഈ വണ്ടി കണ്ടിട്ട് 2 പേര് പോയി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് പില്ലിയൻ റൈഡിൻ്റെ കംഫർട്ട് നമ്മൾ ചോദിച്ചില്ല. പില്ലിയനെ വെച്ച് റൈഡ് ചെയ്തെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ കൂടെ ഒരു പില്ലിയൻ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഫുൾ ടൈം പുറകിലിരിക്കുമായിരുന്നു. അപ്പം നല്ല ഹാപ്പിയാണ് പുള്ളി ശരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സസ്പെൻഷനൊക്കെ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ആ ഒരു ഒട്ടും ടയേർഡായില്ല. ഓക്കെ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം പില്ലിയൻ ചിലർ പറയുന്നുണ്ട് ബാക്കിലത്തെ സീറ്റ് സ്പേസ് ഇല്ല, പക്ഷെ ഇതിൽ കൂടുതലൊക്കെ ഒരു സീറ്റ് സ്പേസ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാറ്റഗറി വണ്ടിക്കകത്ത്. എന്താണേലും പുള്ളി നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ ലഗേജ് ഒക്കെ എങ്ങനെയായിരുന്നു? ലഗേജ് ഞങ്ങൾ രണ്ടും ചെറിയ ഓരോ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ലഗേജ് ഉണ്ടേ പാടായിരിക്കും. ലഗേജ് ഉണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യം ഈ സ്പേസേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഹാപ്പിയാണ് പില്ലിയൻ, അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ല. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി എങ്ങനെയുണ്ട്? ഡ്യുവൽ ചാനൽ ABS ആണ് സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ബ്രേക്കിങ്? ആദ്യം എനിക്ക് അത്ര ഫീഡ്ബാക്ക് കിട്ടുന്നില്ലായിരുന്നു. കുറച്ച് കിലോമീറ്റർ ആയപ്പോഴാണ് അത് കിട്ടിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിന് കുറച്ച് പ്ലേ ഉണ്ട്. ആ പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഫീഡ്ബാക്ക് കുറവ് തോന്നും. പക്ഷെ അതുമായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും നല്ല ബൈറ്റിംഗ് ഉണ്ട്. ഞാനെപ്പോഴും ബ്രേക്ക് ചെയ്യുന്ന ഒരു 80-20 എന്നുള്ളൊരു പ്രൊപ്പോർഷനിലാണ്. ബാക്ക് ബ്രേക്കിന് ആ ഒരു ബൈറ്റേ വരാൻ ചാൻസ് ഉള്ളൂ. കാര്യം അത് ബൈറ്റ് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഹൈ സ്പീഡിലൊക്കെ. പക്ഷെ എന്നാലും ബ്രേക്കിംഗ് നന്നായിട്ടുണ്ട്. അതെ, അതൊന്ന് യൂസ്ഡ് ആവുന്നൊരു ഇതേ ഉള്ളൂ. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. പിന്നെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഇത് LED ഹെഡ്ലൈറ്റ് ആണ്. അപ്പം അതിന് അധികം വിസിബിലിറ്റി എന്താണെങ്കിലും നോർമൽ ഹാലജൻ ലൈറ്റിൻ്റെ അത്രയൊന്നും വിസിബിലിറ്റി എന്താണെങ്കിലും വരുമല്ല. എന്നാലും R15 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങ് ആ ഒരു LED ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വിസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഡോമിനാർ ഫോണിൻ്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അത്യാവശ്യം നമ്മുടെ യൂസിനുള്ള ഉണ്ട്. പിന്നെ ലോങ് ഒക്കെ ഉപയോഗിക്കുന്നവർ എന്തെങ്കിലും ഓക്സിലറി ആയിട്ടുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും. എനിക്കതൊരു വലിയൊരു കുഴപ്പം തോന്നിയില്ല ഞാൻ യൂസ് ചെയ്തപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് കടക്കാം. നമുക്ക് നെഗറ്റീവ്സ് കുറച്ച് പറയാനുണ്ട്. കാരണം പുതിയൊരു വണ്ടിയാണ്. ഫസ്റ്റ് ബാച്ചിൽ വരുന്ന വാഹനങ്ങൾക്ക് പൊതുവേ നെഗറ്റീവ്സ് കുറച്ച് കാണും. അത് സോർട്ട് ഔട്ട് ചെയ്ത് അവർ പിന്നീട് സെക്കൻഡ് ബാച്ച് പിന്നീട് വരുന്നതിനൊന്നും അത്രയും പ്രശ്നം കാണില്ല. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ബ്രോ ഫേസ് ചെയ്തിരുന്ന ആ നെഗറ്റീവ്സ് പ്രേക്ഷകർക്കായിട്ടൊന്ന്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അത് ചിലപ്പം എനിക്ക് മാത്രം ഉണ്ടായേക്കുന്നതായിരിക്കാം. എന്താണേലും ഞാൻ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് റേഡിയേറ്റർ കംപ്ലൈൻ്റ് ആയി. അതായത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് വാണിംഗ് വന്നു, ഓവർ ഹീറ്റിൻ്റെയും എഞ്ചിൻ വാണിംഗും വന്നു. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് റേഡിയേറ്റർ ഓൺ ആകുന്നില്ല. അപ്പം ഞാൻ ഷോറൂമുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ അന്നേരത്തേക്കും പാലക്കാട് എത്തിയായിരുന്നു, തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു. അപ്പോൾ പാലക്കാട് ഷോറൂം അറൗണ്ട് ഒരു 15 കിലോമീറ്റേഴ്സ് അടുത്തായിരുന്നു. അപ്പം എനിക്ക് വണ്ടിക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞു അതൊക്കെ ഡിലേ ആവും, എങ്ങനെയും ഒന്ന് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അവർ നോക്കാം എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഷോറൂമിലോട്ട് എത്തിച്ചു. 15 കിലോമീറ്റേഴ്സ് ഞാൻ ഒരു 5 സ്ഥലത്ത് ബ്രേക്ക് എടുത്താണ് പോയത്. കാര്യം എന്ന് വെച്ചാൽ ഓരോ 3 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴും വണ്ടി ഓവർ ഹീറ്റിൻ്റെ വാണിംഗ് വരും, ഓഫ് ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവർ നോക്കിയപ്പോഴേ പറഞ്ഞു റേഡിയേറ്ററിൻ്റെ ഫാനിന് കംപ്ലൈൻറ്റ് ഉണ്ട്, അത് വാറണ്ടിയിലുള്ളതായതുകൊണ്ട് 5 കൊല്ലം വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. അത് പറയാൻ വിട്ട ഒരു കാര്യമാണ്. 5 കൊല്ലം വാറണ്ടി ഉണ്ട്, 3 ഇയർ പ്ലസ് 2 ഇയേഴ്സ്. അപ്പം അങ്ങനെ 5 കൊല്ലം വാറണ്ടി ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് ആ ഒരു വാറണ്ടി ഞാൻ എടുത്തതല്ല, കമ്പനി നമുക്ക് ഇപ്പം എന്താണല്ലോ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ പെയ്ഡ് ആകുമായിരിക്കാം, ഇപ്പം എന്താണെങ്കിലും ഉണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് അവർ പറഞ്ഞു എന്താണെങ്കിലും അവർക്ക് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണേ പോലും കമ്പനിയുടെ അപ്രൂവൽ കിട്ടിയാലേ അവർക്ക് അത് ചെക്ക് ചെയ്തു. അപ്പം ഞാൻ ഓൺ ദ വേ ഞാൻ അവിടെ ട്രിപ്പ് അവിടെ നിർത്തി. ഞാൻ തിരിച്ച് ബസ്സിനാണ് ഇവിടെ എത്തിയത് പാലക്കാട് നിന്ന്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിൽ പോലും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് കേസാണ്. കമ്പനിയുടെ ആളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എന്താണെങ്കിലും 1 വീക്ക് കൊണ്ട് എൻ്റെ റേഡിയേറ്റർ മുഴുവൻ റീപ്ലേസ് ചെയ്ത് കിട്ടി. അങ്ങനെ ഒരു എല്ലാം ചെയ്താണ് തന്നെ, എല്ലാം ചെയ്തു, ടെസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. 1 വീക്ക് എടുത്തു എൻ്റെ ആൾ. അത് മെക്കാനിക്കലി ശരിക്കും ഒരു അരമണിക്കൂറിൻ്റെ
വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ കമ്പനിയുടെ അപ്രൂവൽ കിട്ടി, അത് വന്നപ്പോഴത്തേക്ക് ഒരാഴ്ച എടുത്തു. കാരണം അവർക്കും അറിയണമല്ലോ അവർക്കും അറിയണം, അവരതിനെക്കുറിച്ച് നോക്കി. അപ്പം ഫാൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്കത് ഫാൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നില്ലെന്ന് തോന്നുന്നില്ല. കാര്യം അത് ഓവറായിട്ട് വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1400 കിലോമീറ്റേഴ്സ് അന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഹീറ്റ് കൊണ്ട് കൂടുതൽ ഓവറായിട്ട് വർക്ക് ചെയ്ത് കേടായതാണോ എനിക്കറിയത്തില്ല. എന്നാലും അവർ പറയുന്ന ഫാൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫാൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് അവർ എൻ്റെ ആ കിറ്റ് മൊത്തം മാറ്റി തരുമായത്. ഓക്കെ. അപ്പം ഇതൊരു ട്രയംഫ് സ്പീഡ് 400ന്റെ പൊതുവെയുള്ള കംപ്ലൈൻ്റ് അല്ല. അല്ലല്ല, ഇതെനിക്ക് മാത്രം ഉണ്ടായതാണ്. എനിക്ക് എന്നിട്ടും ഞാൻ അങ്ങനെ ഇതൊരു വലിയ നെഗറ്റീവായിട്ട് കാണുന്നില്ല. ഇതൊരു ഫസ്റ്റ് ബാച്ച് വണ്ടിയാണ്, നമ്മളത് എക്സ്പെക്ട് ചെയ്യണം. ഒരു എഞ്ചിനാണ്. അതെ, ഏത് വണ്ടിക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. നമ്മളിപ്പം ഏറ്റവും റിലയബിൾ ആയിട്ടാന്ന് പറയുന്ന പല വണ്ടി, ഞാൻ പേര് പറയുന്നില്ല, പലതിനും. അതെ, സുസുക്കി മാരുതി സ്വിഫ്റ്റിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുക, അതുവരെ വഴി കിടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതെല്ലാം മെഷീൻസ് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ ഉള്ളൂ. ഇതൊന്നും വലിയ നെഗറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇപ്പോഴും വണ്ടിയായിട്ട് 100% ഹാപ്പിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ്? സ്റ്റാർട്ടിങ് സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ട് വണ്ടിക്ക്. അത് എല്ലാ വണ്ടിക്കും ഉണ്ട്, ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഉണ്ട്. അതായത് പ്രത്യേകിച്ചും ഡൗൺ ഷിഫ്റ്റിൽ വണ്ടി സ്റ്റോളായി പോകും. അത് പ്രശ്നം വരുന്നത് എപ്പോഴാണ്, നമ്മൾ വല്ല യൂ ടേൺ എടുക്കുമ്പോഴോ ഒക്കെ ആണെങ്കിൽ അതുണ്ട്. ഈ ഇഷ്യൂ പല ബൈക്കുകൾക്കും പണ്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ബാച്ച് വണ്ടികൾക്ക് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കമ്പനി സോർട്ട് ചെയ്യും. അത് ക്ലച്ചിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ക്ലച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ കുറച്ച് നേരത്തോട്ട് കാണുമല്ലോ, കുറച്ച് ദിവസത്തോട്ട് കാണുമല്ല, പിന്നെ അത് പഴയ പോലെ ആവും. എനിക്കത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെർ ഡേ ഒരു തവണയെങ്കിലും വരുന്നുണ്ട്. ഞാൻ യൂസ്ഡായി റവ് മാച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന മുഴുവൻ റവ് മാച്ച് ചെയ്താണ്, പക്ഷേ എന്നിട്ടും എനിക്കുണ്ട്. അതെ, അതൊരു നെഗറ്റീവായിട്ടാണ്. ക്ലച്ചിൻ്റെ ആണെന്നാണ് കമ്പനി പറയുന്നത്. വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേറെ അങ്ങനെ വലിയ ഇഷ്യൂസ് ഈ പറഞ്ഞൊക്കെ ഉള്ളൂ. ബാക്കി അത് ഈ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇതെല്ലാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഹാപ്പിയാണ്. അതായത് ഈ ഇഷ്യൂസ് ഒക്കെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു, അതിൽ ഹാപ്പിയാണോ? കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ അവരുടെ ഞാൻ പറഞ്ഞ പോലെ സർവീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ കൂടുതലും കൊച്ചിയിലാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. കോട്ടയത്ത് ഇപ്പോൾ ഉണ്ട്. ഞാൻ ചെറിയ 1-2 കാര്യത്തിനെ അവിടെ ചെന്നിട്ടുള്ളൂ. കൊച്ചിയിൽ ഞാൻ ഹാപ്പിയാണ്. കോട്ടയത്തും അതെ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അവരെല്ലാം നല്ലതായിട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടിയവരാണ്. സർവീസിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് നെഗറ്റീവ്സ് ഭാഗത്ത് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് Q&A സെഷനാണ്. ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓൺഷിപ്പ് ഡീറ്റെയിൽ, സർവീസ് കോസ്റ്റ്, പാർട്സ് അവൈലബിലിറ്റി, സർവീസ് ഇൻ്റർവൽസ് എക്സെട്ര നമ്മൾ സംസാരിച്ചിരുന്നു. എഞ്ചിൻ നോക്കിംഗ് ഉണ്ടോ ഡോമിനാർ പോലെ? ലോവർ RPM ടോപ്പ് ഗിയേഴ്സ് ഇട്ട് അത്യാവശ്യം സ്ലോ ആയി പോകാൻ പറ്റുമോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാൻ സ്റ്റോളിംഗ് പ്രോബ്ലം ഉണ്ടോ? എന്തായാലും ചോദിക്കണം. ഇത് ഓക്കെ ചോദിച്ചിരിക്കുന്നു. സ്റ്റോളിംഗ് പ്രോബ്ലം ഞാൻ പറഞ്ഞായിരുന്നു, അത് സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ട്. അത് പക്ഷേ അങ്ങനെ ഒരു വലിയ മേജറായിട്ടൊരു ഇഷ്യൂ അല്ലത്. അത് ക്ലച്ചിൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, മാറാനുള്ള കേസേ ഉള്ളൂ. പക്ഷേ അത് കമ്പനിക്ക് ഇപ്പോഴും അത് അത്ര അങ്ങോട്ട് അങ്ങ് പറ്റുന്നില്ല. ചിലപ്പോൾ ഇത് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്, അതിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ സ്ലിപ്പർ ക്ലച്ചുള്ള ഡ്യൂക്കൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഡ്യൂക്കാലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനത് ഇച്ചിരി കൂടുതലുണ്ട്. അതെന്താണെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. കമ്പനിക്ക് അത് ഈസിലി റിപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നോക്കിങ്ങിൻ്റെ കേസ് ചോദിച്ചു. നോക്കിങ് അങ്ങനെ ലോ സ്പീഡിൽ അധികം നോക്കിങ് ഇല്ല. നമ്മൾ അങ്ങനെ നോക്കി ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട, RPM നോക്കി ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരു വണ്ടിയല്ല ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ 6th ഗിയറിലെത്തും. ഈവൻ 6th ഒരു അറൗണ്ട് ഒരു 55 പോയാലും നോക്കിങ് ഒന്നുമില്ല. ലോ സ്പീഡിൽ ഹൈ ഗിയറിൽ പോകാൻ പറ്റും. ഓക്കെ, പിന്നെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് സർവീസ് ക്വാളിറ്റി എല്ലാം പറഞ്ഞു. സർവീസ് സെന്റേഴ്സ് അവൈലബിലിറ്റി ഇപ്പം എല്ലായിടത്തും തന്നെ ഉണ്ട്. ഇപ്പം കോട്ടയത്തുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, തൃശ്ശൂർ, പാലക്കാട്, കൊച്ചി, എല്ലായിടത്തും തന്നെ ഉണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തോട്ട് പോയപ്പോൾ ഞാൻ അത്രയും കണ്ടിട്ടില്ല. ഓക്കെ, കൂളന്റ് ബോക്സ് പ്ലേസ്ഡ് അണ്ടർ ദ എഞ്ചിൻ, ഈസ് ദാറ്റ് എ പ്രോബ്ലം? സം വീഡിയോസ് ഓൺ ലീക്കേജ് ഇഷ്യൂസ്. ലീക്കേജ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് വണ്ടി ഓവറായിട്ട് ഹീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു തവണ ലീക്ക് ചെയ്തായിരുന്നു. അത് ലീക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ബാംഗ്ലൂർ പോയ വഴിക്ക് വണ്ടി ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്ത സമയത്ത് വണ്ടി ഒന്ന് ഐഡിൽ ചെയ്ത് വെച്ചു. ഇറങ്ങിക്കഴിഞ്ഞ് റേഡിയേറ്റർ ഓൺ ആയിരുന്നു. അത് ഓഫ് ആകാൻ വേണ്ടി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു. ഒരു 5 മിനിറ്റോളം റേഡിയേറ്റർ വർക്ക് ചെയ്തു. എന്നിട്ട് ഓഫ് ആയില്ല. അപ്പം അതുപോലെ ഹീറ്റ് ആയിരുന്നു വണ്ടി, അത്ര വണ്ടി ഓടുന്നതല്ലേ. അപ്പം അന്നേരം എനിക്ക് കുറച്ച് ലീക്കേജ് കണ്ടു. ഞാൻ ഓർത്തത് ഭയങ്കര കംപ്ലൈൻറ്റ്. ഞാനത് അന്നേരം വീഡിയോ എടുത്ത് സർവീസ് സെൻറ്ററിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, ടെമ്പറേച്ചർ കൂടിയിട്ട് ഓവർഫ്ലോ ആയതാണ്. അത് ഓവർഫ്ലോയുടെ ഹോസ് ഉണ്ട്, അതിൽ കൂടെയാണ് അത് ലീക്കായത്. അപ്പോൾ പേടിക്കാനില്ല. ചിലരത് ലീക്കിങ് പറയുന്നുണ്ട്. അതെല്ലാം ഒന്നെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്തപ്പം പിന്നെ സർവീസ് സെൻറ്ററിൽ അവർ കൂളൻ്റ് നന്നായിട്ട് ഫില്ല് ചെയ്താണ് വിടുന്നത്. അത് മിനിമത്തിൽ നിന്നാൽ മതി, മിനിമത്തിന് ആ ഒരു ലെവലിൽ നിന്നാൽ മതി. കാര്യം ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടിയത്
കയറി വരുന്നുണ്ട്, ഫ്ലോ ആവുന്നുണ്ട്. ഓവർഫ്ലോ ആവുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു ആക്കേണ്ട ആവശ്യമില്ല. പ്രശ്നമായിട്ടില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം ചോദിച്ചു, അത് അടിയിലിരിക്കുന്നതുകൊണ്ട്, കൂളന്റെ അടിയിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതുവരെ ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. ഈ വണ്ടി എന്നാലും നമ്മൾ അധികം ഓഫ് റോഡ് ചെയ്യുന്നില്ല, അപ്പം എനിക്കതൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. ഓഫ് റോഡ് എത്ര പേര് ചെയ്യും എന്നൊക്കെ നോക്കിയിട്ട് ഓഫ് റോഡ് വണ്ടിയിലോട്ട് പോകുക അല്ലേ? അതെ, സ്ക്രാമ്പിളർ ഉണ്ട് ഓഫ് റോഡ് ചെയ്യാൻ. എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിനാണേലും അത്യാവശ്യം മാനേജബിൾ ആണ്. പിന്നെ സർവീസ് കോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു 5000 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നു. 5000 6000 ആയിരിക്കണം. പിന്നെ പാർട്സ് എക്സ്പെൻസീവ് ആണോ? പാർട്സ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു, അപ്പം അധികം പാർട്സ് അധികം എക്സ്പെൻസീവ് ആകാൻ ചാൻസ് ഇല്ല. ഞാനിപ്പോൾ മാറിയ 1-2 ആഡ് ഓൺസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്? ഞാൻ ആഡ് ചെയ്തത് ഇത് ഗ്രാബ് റെയിൽ സ്ക്രാംബ്ലറിൻ്റെ ആണ്. ഇതെല്ലാം വരുന്ന ഗ്രാബ് റെയിൽ ഒരു കമ്പി ഇങ്ങനെ വളച്ചു വെച്ചേക്കുന്നത് പോലെ ഈ വണ്ടിക്ക് ഒട്ടും സ്യൂട്ട് അല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ക്രാംബ്ലറിൻ്റെ ആണ് വെച്ചേക്കുന്നത്. അതാണേലും ഒരു 1200 ഉള്ളൂ റേറ്റ് ഈ ഒരു പെയറിന്. പിന്നെ വേറൊന്നും ഇതല്ല, ഒഫീഷ്യലായിട്ട് ട്രൈമിൻ്റെ ചെയ്തേക്കുന്ന ഇതാണ്. അല്ലാതെ ഫ്രണ്ടിലത്തെ വൈസർ ലോക്കലി ചെയ്തതാണ്. അതൊരു ലെജൻഡറി കസ്റ്റം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ്. നമ്പർ പ്ലേറ്റ് താഴോട്ടാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ പാലപ്പള്ളി അല്ലേ ബ്രോ? അതെ, പാലായിലാണ് സ്ഥലം. ഓക്കെ, സർവീസ് കോസ്റ്റ്, മൈലേജ്, ഓക്കെ, നമ്മളെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് നമുക്ക് ട്രയം സ്പീഡ് 400നെ പറ്റി പറയാനുള്ളത്. അപ്പം ബ്രോയ്ക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താണ് ഈ ഒരു ബൈക്ക് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു 400cc അല്ലെങ്കിൽ ഒരു 3 lakhs കാറ്റഗറിയിലുള്ള ബൈക്ക് നോക്കുന്നവർക്ക്? 3 lakhs കാറ്റഗറി നോക്കുമ്പം ഞാനിപ്പോഴും പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നമുക്ക് ആ വഴി കിട്ടുന്ന ആ ഒരു അറ്റൻഷനും ആ റൈഡ് ക്വാളിറ്റിയും, ഈ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ഇഷ്യൂ ആയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, ഞാനിപ്പോഴും ഹാപ്പിയാണ്. നമുക്ക് ആ ഒരു റൈഡ് ക്വാളിറ്റി ഞാൻ കൺസിഡർ ചെയ്ത കാര്യത്തിലെല്ലാം ഞാൻ ഹാപ്പിയാണ്. അതായത് സസ്പെൻഷൻ, ഈവൻ പവർ ആണേലും നല്ല പവർഫുൾ ആണ് ശരിക്കും. ഞാൻ അതാ മുമ്പേ പറഞ്ഞത്, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ 390 ഒക്കെ യൂസ് ചെയ്ത് ഡോമിനാറിന് വെയിറ്റ് ഉണ്ട്, ഇത് ഇച്ചിരി കൂടെ വെയിറ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പവർ ടു വെയിറ്റ് റേഷ്യോ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഒരു മച്യൂർ റൈഡറിന് പറ്റിയ വണ്ടിയാണ് ശരിക്കും. അത്ര ബിഗിനർ ഫ്രണ്ട്ലി അല്ല, എന്നാൽ പുഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹാപ്പിയാണ് ശരിക്കും. ബിഗിനേഴ്സിനും ഒരു 18 ഇയേഴ്സ് തൊട്ട് ഒരു 50 ഇയേഴ്സ് ഉള്ളവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു അടുത്തൊരു സൂപ്പർ ബൈക്ക് കാറ്റഗറിയിലോട്ട് പെട്ടെന്ന് റീച്ച് ആവാൻ പറ്റും. അതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ. എല്ലാത്തിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടിയെപ്പറ്റി അധികമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതുപോലെ യൂസർ എക്സ്പീരിയൻസ് ബൈക്സിൻ്റെയും കാസിൻ്റെയും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.